3 മൃതശരീരങ്ങൾ മുകളിലത്തെ നിലയിൽ കത്തിക്കരിഞ്ഞ നിലയിൽ. ആണാണോ പെണ്ണാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഈ കേസിൻ്റെ നാൾവഴികളിൽ മുഴുവനും ദുരൂഹതകളും സംശയങ്ങളും മാത്രമാണ്. 3 മൃതശരീരങ്ങൾ ആരുടേതാണ് എന്നുള്ള വിവരം പോലും പോലീസിന് അന്ന് അറിയില്ല. ബോഡി നമ്പർ 1, ബോഡി നമ്പർ 2, ബോഡി നമ്പർ 3 2നും 2:30 ഇടയ്ക്ക് FIR ഇടും. ഈ മരിച്ചവരാരൊക്കെയാണ്, കൊന്നതാരാണ്, 2 മണിക്കൂർ കൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായ രീതിയിലാണ് പോലീസുകാർ FIR ഇട്ടിരിക്കുന്നത്. എന്തിനു കൊന്നു എന്നുള്ള ചോദ്യത്തിന് അന്നും പോലീസിന് ഉത്തരമില്ല, ഇന്നും ഉത്തരമില്ല. ഈ സഹോദരിയെയും ആ ലളിത ജെയിൻ എന്ന് പറയുന്ന ആ അന്ധയായ സ്ത്രീയെയും കൊന്നതിന് പ്രത്യേകിച്ച് വിരോധ കാരണം ഒന്നും പറഞ്ഞിട്ടില്ല. സത്താൻ സേവയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോഴാണ് അറിഞ്ഞ ആത്മാവിനെ ശരീരത്തിൽ നിന്നും വേർപെടുത്തുന്ന ഒരു പ്രക്രിയയാണ്. അവിടെയാണ് നമ്മുടെ ഈ കേസിൻ്റെ മറ്റൊരു ദുരൂഹത. കൃത്യം ചെയ്തത് എന്ന് കോടതിക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടിരുന്നുവെങ്കിൽ, പൂർണ്ണമായി 100% ബോധ്യപ്പെട്ടിരുന്നുവെങ്കിൽ വധശിക്ഷയിൽ കുറഞ്ഞൊരു ശിക്ഷ കോടതിക്ക് കൊടുക്കാൻ പറ്റില്ല. കേരളത്തിൽ അറിയപ്പെട്ടതും അറിയപ്പെടാത്തതുമായി ഒരുപാട് സംഭവങ്ങൾ നടന്നു. അതിന് പിന്നിലെ നിയമങ്ങളും നിയമവശങ്ങളുമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഇന്ന് നമുക്ക് ഇവിടെ അതിഥിയായി എത്തിയിട്ടുള്ളത് അഡ്വക്കേറ്റ് മുജീബ് കുട്ടപ്പുവാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സാർ നമസ്കാരം. സാർ അഭിഭാഷകനായിട്ട് ഒരുപാട് കാലങ്ങളായി, ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, ഒരുപാട് ആളുകളെ നിരന്തരം കാണുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സാറിനെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് നമ്മുടെ നന്തൻകോട് കൂട്ടക്കൊല കേഡൽ ജിൻസൺ രാജയുടെ കേസുമായി ബന്ധപ്പെട്ട് അങ്ങയുടെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം കാണുന്നത്. അപ്പോൾ അങ്ങ് നല്ല ഊർജ്ജസ്വലമായി നിൽക്കുന്നു. ഒരു നമ്മളെപ്പോഴും പറയും നെഗറ്റീവ് പോസിറ്റീവ്. അപ്പോൾ അങ്ങ് നെഗറ്റീവിൻ്റെ സൈഡ് എന്നുള്ളത്, അന്ന് മാധ്യമങ്ങളെല്ലാം നെഗറ്റീവ്, അതായത് കുറ്റക്കാരൻ നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന വക്കീൽ നെഗറ്റീവായിരിക്കും. അങ്ങനെ ഒരു തോട്ടുണ്ട്. എങ്ങനെയാണ് അങ്ങ് ഈ കേസിലേക്ക് വന്നത്? ഈ കേസ് എന്ന് പറഞ്ഞാൽ 2017 മെയ് മാസമാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നതായി പോലീസുകാർ പറയുന്നത്. അത് നന്തൻകോട് എന്ന് പറയുന്നത്, അത് മുഖ്യമന്ത്രിയുടെ വസതിക്ക് സമീപം, ക്ലിഫ് ഹൗസിൻ്റെ സമീപം നന്തൻകോട് എന്ന് പറയുന്ന സ്ഥലത്ത് ബെയിൻസ് കോമ്പൗണ്ട്, അതായത് തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്, ഒരു ഹൗസിംഗ് കോളനിയാണ്. അതിൽ ബെയിൻസ് കോമ്പൗണ്ടിലാണ് ഈ അരിങ്കൊല, കേരളത്തെ ഞെട്ടിച്ച ആ അരിങ്കൊലകൾ നടക്കുന്നത്. അത് പോലീസിൻ്റെ വെർഷൻ എന്ന് പറയുന്നത്, ഈ മകൻ, അതായത് ഡോക്ടർ ജീൻ പത്മ, പിന്നെ ഡോക്ടർ ജീൻ പത്മയുടെ ഭർത്താവ് പ്രൊഫസർ രാജതങ്കം, അദ്ദേഹത്തിൻ്റെ അവരുടെ രണ്ടുപേരുടെയും മകളായ ഡോക്ടർ കരോളിൻ, പിന്നെ ജീൻ പത്മയുടെ സഹോദരിയായ ലളിത ജെയിൻ, ഇവരെ 3 പേരെയും നാല് പേരെയും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കാണപ്പെടുകയാണ് ചെയ്തത്, കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ അതിൽ ആ തുടക്കം മുതൽ തന്നെ സസ്പെക്റ്റായിട്ട് അന്ന് അവിടെ ഇല്ലാതിരുന്ന മകൻ കേഡൽ ജിൻസൺ രാജയാണ് സസ്പെക്റ്റായിട്ട് പോലീസ് കണക്കാക്കിയിരുന്നത്. തീർച്ചയായും. അപ്പോൾ അദ്ദേഹം ഈ 5-ാം തീയതി സംഭവം നടന്നു എന്ന് പോലീസ് പറയുന്നു. 7-ാം തീയതി ആണ് ഈ വീടിന് തീ പിടിക്കുന്നത്. വീടിന് തീ പിടിക്കുന്നത് വെച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണുന്നത് എന്ന് പറയുന്നത് 3 മൃതശരീരങ്ങൾ മുകളിലത്തെ നിലയിൽ കത്തിക്കരിഞ്ഞ നിലയിൽ, ആണാണോ പെണ്ണാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കിടക്കുന്നു. ഒരു മൃതശരീരം ഒരു തുണിയിൽ പൊതിഞ്ഞ നിലയിൽ കാണുന്നു. ഇങ്ങനെയാണ് അറിയുന്നത്. മൊത്തം 5 പേര് ആ വീട്ടിലുണ്ടായിരുന്നു. 2 വേലക്കാരികളുണ്ടായിരുന്നു. 5 2 7 പേര്. ഇതിൽ 4 പേര് കൊല്ലപ്പെട്ടു, ഒരാളെ കാണാനില്ല. കാണാനില്ല എന്നുള്ള രീതിയിലായിരുന്നു വാർത്തകളൊക്കെ വന്നത്. പിന്നീടാണ് ആരാണ് കാണാനില്ല എന്നുള്ള ഇത് വന്നപ്പോഴാണ് കേഡൽ ജിൻസൺ രാജയാണ് കാണാനില്ല എന്ന് പോലീസ് ഒരു നിഗമനത്തിലെത്തുകയാണ്. അങ്ങനെയാണ് ഇത് കേഡൽ ജിൻസൺ രാജയാണ് ഈ സംഭവം, ഈ കൃത്യത്തിന് ഹേതുവായ, ഇല്ലെങ്കിൽ ഇത് കൊലപാതകം ചെയ്തത് എന്നുള്ള രീതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങിയത്. പോലീസിന് ഇതെങ്ങനെ മനസ്സിലായി? ഇപ്പോൾ നമ്മളിപ്പോൾ ഫോറൻസിക്കോ
അല്ലെങ്കിൽ അത്തരമുള്ള തെളിവുകളൊന്നുമില്ല. എന്നാലും ഇതെങ്ങനെയാണ് പോലീസ് ഇദ്ദേഹമാണ് പ്രതി എന്നുള്ള രീതിയിലേക്ക് എത്തിയത്? ആ കാര്യത്തിൽ ഇതുവരെയും പോലീസിൻ്റെ ഭാഗത്ത് നിന്നോ ഇല്ലെങ്കിൽ സാക്ഷികളുടെ ഭാഗത്ത് നിന്നോ യാതൊരു തരത്തിലുള്ള എക്സ്പ്ലനേഷനും ഇല്ല. അവിടെ മുതലാണ് ഈ അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ മൊത്തത്തിൽ ഒരു പ്രതിഭാഗം അഭിഭാഷകൻ എന്ന നിലയിൽ ഫ്രം ദാറ്റ് സ്റ്റേജ് ഓൺവേർഡ്സ് എനിക്ക് സംശയം, ഈ കേസിൻ്റെ നാൾവഴികളിൽ മുഴുവനും ദുരൂഹതകളും സംശയങ്ങളും മാത്രമാണ് ഉള്ളത്. കാര്യം അന്ന് നമ്മളെല്ലാവരും മാധ്യമപ്രവർത്തകരെല്ലാവരും ഇങ്ങനെ ഒരു കൊലപാതകം നടക്കുന്നുണ്ട്, വീട് കത്തി, അപ്പം ഞങ്ങളെല്ലാവരും പോകുന്നു അവിടെ ചെല്ലുന്നു. അപ്പം പലരെ അകത്ത് കയറ്റുന്നില്ല, പൂർണ്ണമായി കത്തി നശിച്ചിരിക്കുന്നു. അപ്പോൾ അകത്ത് പിന്നെയാണ് അറിയുന്നത് മൃതദേഹങ്ങളുണ്ട് അകത്ത്, ഒരു മൂന്നെണ്ണം ഉണ്ട്. പിന്നെ ഒരെണ്ണം അങ്ങ് പറഞ്ഞു പോലെ താഴെയോ തുണിയിൽ കിട്ടി അഴുകിയ നിലയിലാണോ എന്ന് പറയുന്നു. അവിടെ ഒരു വേലക്കാരിയുണ്ട്, തൊട്ട് താഴെ അവരുടെ ബന്ധുക്കളുണ്ട്. അപ്പോൾ നാട്ടുകാരൊക്കെ പല രീതിയിലൊക്കെ സംസാരിക്കും. പക്ഷേ അപ്പോഴും അന്ന് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഒരു മകനുണ്ട്, കാണാനില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഈ കത്തിയ ശരീരങ്ങൾ വെച്ചിട്ട് എങ്ങനെയായിരിക്കും? അതാ അന്ന് അതായത് രാത്രി സംശയം എന്ന് പറയുന്നത് രാത്രി 12 മണി, അതായത് 8-ാം തീയതി രാത്രി, 5-ാം തീയതി കൊലപാതകങ്ങൾ നടക്കുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ 8-ാം തീയതി വരെ ഈ മൃതദേഹങ്ങൾക്ക് മകൻ കാവലിരുന്നു. 8-ാം തീയതി രാത്രി, അതായത് 3 ദിവസം കഴിഞ്ഞതിന് ശേഷം 8-ാം തീയതി രാത്രി ഈ മൃതദേഹങ്ങൾ കത്തിക്കുന്നു. 3 മൃതദേഹങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നു. കത്തിച്ചതിന് ശേഷം തീ ആളി പടർന്നത് കണ്ട് മകൻ ഈ കേഡൽ ജിൻസൺ രാജ എന്ന് പറയുന്ന പ്രതി അവിടെ നിന്ന് സ്ഥലം കാലിയാക്കുന്നു. നേരെ അദ്ദേഹം മദ്രാസിൽ പോയി എന്നാണ് പോലീസ് പറയുന്നത്. പോയിട്ട് 11-ാം തീയതി 3-ാമത്തെ ദിവസം ഇവിടെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഈ കേഡൽ ജിൻസൺ രാജയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ 3 മൃതശരീരങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലാണ് കാണുന്നത്. ഈ 3 മൃതശരീരങ്ങളിൽ ആരുടേതാണ് എന്നുള്ള വിവരം പോലും പോലീസിന് അന്ന് അറിയില്ല. ഫോറൻസിക് റിപ്പോർട്ട് വന്നതിന് ശേഷവും DNA പരിശോധിച്ചതിന് ശേഷവും മാത്രം, മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ ഇന്ന ആൾക്കാരുടെ മൃതദേഹങ്ങളാണ് എന്ന് പോലീസിന് തന്നെ മനസ്സിലായത്. ബോഡി നമ്പർ 1, ബോഡി നമ്പർ 2, ബോഡി നമ്പർ 3 എന്ന് പറഞ്ഞ് ഓരോ മൃതശരീരങ്ങളും ഐഡൻറ്റിഫൈ അങ്ങനെ മാർക്ക് ചെയ്താണ് ഇത് പോസ്റ്റ്മോർട്ടത്തിലേക്ക് അയക്കുന്നത്. പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ പോലും ഇതാരുടെ ബോഡിയാണ് എന്ന് അവർക്കറിയില്ല, ഡോക്ടേഴ്സിന് അറിയില്ല. അവർ ബോഡി നമ്പർ 1 അല്ല, സ്വാഭാവികമായിട്ടും ഇത്രയും ശരീരം കിടക്കുമ്പോൾ ബന്ധുക്കളെയോ അല്ലെങ്കിൽ തൊട്ട് ആ അസോസിയേഷൻ്റെ ആളുകളെയൊക്കെ ചിലപ്പോൾ ഇവർ വിളിച്ച് കാണിച്ചു, പക്ഷെ ആർക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. കുറച്ച് റെമനൻസ് മാത്രമേ ഉള്ളൂ. അവർ ഒരു ഉദ്ദേശക്കണക്കിൽ പറഞ്ഞായിരിക്കാം അമ്മയാണ്. പക്ഷേ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് അന്ന് രാത്രി 12 മണിക്ക് ഈ സംഭവം പുറം ലോകം അറിയുന്നു. 2 മണിയായപ്പോഴത്തേക്ക് ഈ FIR ഇടുന്നു. 2 മണിക്ക് 2-നും 2:30-നും ഇടയ്ക്ക് FIR ഇടുന്നു. ആ FIR-ൽ ഈ മരിച്ചവരാരൊക്കെയാണ്, കൊന്നതാരാണ്, 2.5 മണിക്ക് 2 മണിക്കൂർ കൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായ രീതിയിലാണ് പോലീസുകാർ FIR ഇട്ടിരിക്കുന്നത്. കൊന്നതാരാണ്, മരിച്ചതാരൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ പോലീസ് അപ്പോഴേ തീരുമാനത്തിലെത്തിക്കഴിഞ്ഞു. പത്രക്കാർക്കറിയില്ല, ബാക്കിയുള്ള നാട്ടുകാർക്കറിയില്ല, വേറെ ആർക്കും അറിയില്ല. പക്ഷെ പോലീസ് റെക്കോർഡിൽ ഈ 2 മണിക്കൂറിനുള്ളിൽ അവർ കാര്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അവിടെ മുതലാണ് ഈ കേസിൻ്റെ ദുരൂഹതയും സംശയങ്ങളും ഈ പോലീസിനെതിരായും പ്രോസിക്യൂഷനെതിരായും സ്റ്റേറ്റിനെതിരായും ഇതാരെയോ രക്ഷിക്കുവാൻ വേണ്ടി നടത്തുന്നതാണ്. അന്ന് പറഞ്ഞ ഒരു പൊതുവേ കേട്ടൊരു സംഭവം, കേഡൽ ഒരു മാനസിക രോഗിയായിരുന്നു. ഒരു മാനസിക രോഗി എന്നല്ല പറഞ്ഞത്, അദ്ദേഹം ഒരു പ്രത്യേകതരം, ആരോടും മിണ്ടില്ല, പുള്ളി ഒരു സത്താൻ സേവയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ, അങ്ങനെ ഒരു കുറേ വാക്കുകളായിരുന്നു അന്ന് കേട്ടത്. അപ്പോൾ അന്ന് ആദ്യമായിട്ട് കേൾക്കുന്നത് എന്താ ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ, പിന്നെ എല്ലാവരും ഗൂഗിൾ ചെയ്ത് നോക്കുന്നു, അവിടെ നോക്കുന്നു, ഇവിടെ ചോദിക്കുന്നു, അതൊരു ഫെമിലിയർ അല്ല. അപ്പോഴാണ് അറിഞ്ഞത് ആത്മാവിനെ ശരീരത്തിൽ നിന്നും വേർപെടുത്തുന്നൊരു പ്രക്രിയയാണ്. അപ്പം ഇദ്ദേഹം ആ ലോകത്ത് പോകാനിരിക്കുന്നു, ആദ്യം തൻ്റെ കുടുംബാംഗങ്ങളെ അയക്കുന്നു, തൊട്ട് പിറകെ ഇദ്ദേഹം പോകാൻ ആ ലോകത്ത് സുഖമായി ജീവിക്കണം എന്നാണ് ആദ്യം കേട്ടത്. ഇത് കേട്ടപ്പോൾ അങ്ങൊരു എന്തായാലും കോടതിയിലൊക്കെ പോയ ആളല്ലേ, അപ്പോൾ ഇദ്ദേഹം ഈ കഥകളൊക്കെ വരുമ്പോൾ കോടതി ഇതെങ്ങനെ എടുക്കുന്നത്? 1000-ഓളം പേജുള്ള 100-ലധികം റെക്കോർഡുകൾ കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട്. 100-ലധികം സാക്ഷികളെ കോടതി മുമ്പാകെ വിസ്തരിച്ചിട്ടുണ്ട്. ദിവസം 6 മാസത്തോളം എടുത്താണ് ആ കേസിൻ്റെ വിസ്താരം പൂർത്തിയായി വിധി പറഞ്ഞത്. ഈ ദിവസങ്ങളിലൊന്നും, ഈ റെക്കോർഡുകളിലൊന്നും തന്നെ ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്ന ആ പദത്തെ പറഞ്ഞിട്ടേയില്ല, റെക്കോർഡുകളിലൊന്നിലുമില്ല.
FIR ഒരിടത്തുമില്ല, FIR-ലില്ല, റെക്കോർഡുകളിലൊന്നുമില്ല. ഒരൊറ്റ സാക്ഷികൾ ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്ന വാക്ക് പറഞ്ഞിട്ടില്ല. ഇൻവെസ്റ്റിഗേഷൻ ഉദ്യോഗസ്ഥന്മാർ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്ന വാക്ക് പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ ഈ മാധ്യമങ്ങളിൽ പത്രക്കാരെ അവിടെയാണ് നമ്മുടെ ഈ കേസിൻ്റെ മറ്റൊരു ദുരൂഹത. അതായത് 11-ാം തീയതി ഈ പ്രതിയെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോലീസ് കാണുന്നു. മദ്രാസിൽ നിന്നും വരുന്ന വഴിയാണ്, റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നു. ആദ്യം കണ്ട പോലീസുകാരനോട് പ്രതി പറയുന്നു, ഞാനാണ് കേഡൽ ജിൻസൺ രാജ, എൻ്റെ വീട്ടിൽ ഇന്നതുപോലത്തെ ഇന്ന ഒരു അത്യാഹിതം നടന്നിട്ടുണ്ട്, എന്നെ പോലീസ് തിരക്കുകയാണ് എന്ന് വന്ന് ആദ്യം കണ്ട പോലീസുകാരനോട് പറയുകയാണ്. അപ്പം പോലീസുകാരനുടനെ തന്നെ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഇത് കൻ്റോൺമെൻറ്റ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. പ്രതിയെ അറസ്റ്റ് ചെയ്ത അന്ന് മുതൽ അപ്പം പോലീസുകാർ പറയുന്നു, ഇത് കേഡൽ ജിൻസൺ രാജയാണ്, ഈ കേസിലെ പ്രതിയാണ്, അച്ഛനെയും അമ്മയെയും സഹോദരിയെയും ലളിത ആൻറ്റിയെയും കൊന്നത് എന്ന് പറഞ്ഞ് പോലീസ് പത്രപ്രസ്താവന നടത്തുന്നു. ആ നിമിഷം മുതൽ നാട്ടുകാർ ചോദിക്കുന്നു, പോലീസ് ബാക്കി മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു, ബാക്കിയുള്ള ആളുകളെല്ലാവരും ചോദിക്കുന്നു, എന്തിനു കൊന്നു? അതെ, മകൻ അമ്മയെ കൊല്ലുന്നു, അച്ഛനെ കൊല്ലുന്നു, സഹോദരിയെ കൊല്ലുന്നു. പിന്നെ ലളിത എന്ന് പറയുന്ന സ്ത്രീ അന്ധയായ ഒരു സ്ത്രീയാണ്. ആ അന്ധയായ സ്ത്രീ ഇവരുടെ കൂട്ടത്തിൽ താമസിക്കുകയാണ്. ഡോക്ടർ ജീൻ പത്മയുടെ മൂത്ത സഹോദരി. അപ്പം അവരെ കൊല്ലുന്നു, ഒരു കാരണവുമില്ല. അപ്പം എന്തിനു കൊന്നു എന്നുള്ള ചോദ്യത്തിന് അന്നും പോലീസിന് ഉത്തരവില്ല, ഇന്നും ഉത്തരവില്ല. അപ്പോൾ ഈ മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും ചോദ്യങ്ങൾക്ക് ഒരു മറുപടി എന്തെങ്കിലും പറയണം എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് തോന്നിയപ്പോൾ ഏതോ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കുബുദ്ധിയിൽ, ഒരു പോലീസുകാരൻ്റെ കുബുദ്ധിയിൽ തോന്നിയ ഒരു ആശയമാണ് ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ആസ്ട്രൽ പ്രൊജക്ഷൻ, ചാത്താൻ സേവ, ആസ്ട്രൽ പ്രൊജക്ഷൻ, വേറെ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ആ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ ഇട്ടുകൊടുത്തു. മാധ്യമങ്ങളെല്ലാം, കേരളത്തിലുള്ള എല്ലാ മാധ്യമങ്ങളും പിന്നെ ആസ്ട്രൽ പ്രൊജക്ഷൻ്റെ പിറകെയായി. അപ്പോൾ ആസ്ട്രൽ പ്രൊജക്ഷൻ്റെ പിറകെ മാധ്യമങ്ങളും നാട്ടുകാരും മറ്റു കാര്യങ്ങളും എല്ലാവരും പോയപ്പോഴത്തേക്ക് പോലീസുകാർക്ക് എളുപ്പമായി പ്രതിക്കെതിരായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ച് പ്രതിയെ വേറെ യാതൊരു തരത്തിലുള്ള അന്വേഷണവും നോക്കാതെ പ്രതിക്കെതിരായിട്ടുള്ള തെളിവുകൾ മാത്രം ശേഖരിച്ച് പ്രതിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്ത് പ്രതിക്കെതിരായിട്ട് ചെയ്ത് നേരെ അവനെ ഫിറ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. പിന്നെ പോലീസ് എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ സിസ്റ്റം ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ ഇദ്ദേഹം വർക്ക് ചെയ്യുന്നതെല്ലാം പോകുന്ന സൈറ്റുകളെല്ലാം ഈ ഡാർക്ക് വെബ് അങ്ങനെയുള്ള സംഭവങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ സാത്താൻ സേവയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അന്ന് വരുന്നു എന്നൊക്കെയുള്ള വാർത്തകളാണ് അന്ന് പരന്നത്. അപ്പോൾ ഈ സിസ്റ്റമൊക്കെ ഇവർക്ക് റിക്കവർ ചെയ്താൻ പറ്റിയോ? സിസ്റ്റമെല്ലാം റിക്കവർ ചെയ്തു. സിസ്റ്റത്തിനൊന്നും ഒരു കേടുപാടുകളൊന്നുമില്ലാതെ ഫോറൻസിക്കിൽ അയച്ചു. ഈ സിസ്റ്റത്തിലൊന്നും ഇത്തരത്തിൽ ചാത്താൻ സേവയെന്നോ അങ്ങനെ ഒരു ഗൂഗിൾ സെർച്ചോ അങ്ങനെ ഒരു ഡാർക്ക് വെബിൽ പോയതായിട്ടോ യാതൊരു കാര്യവുമില്ല. ഇത് ഒരു ഇമാജിനറി സ്റ്റോറി പോലീസുകാർ ഈ മാധ്യമങ്ങൾക്കും ജനങ്ങളുടെയും മുമ്പിൽ ഇട്ടുകൊടുത്ത ഒരു സംഭവമാണ്. ഇതുവരെയായിട്ടും അവർ കോടതിയിൽ അതിനെക്കുറിച്ച് ഒരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ല. ഇതുവരെയായിട്ടും അങ്ങനെ ഒരു രേഖയോ എന്തെങ്കിലും ഒരു പീസ് ഓഫ് എവിഡൻസോ ചാത്താൻ സേവയെന്നും മാത്രമല്ല, ഈ ചാത്താൻ സേവ എന്നുള്ളത് ഒരു കാരണം പോലും ആയിട്ട് പറയുന്നില്ല. ഒരു വിരോധ കാരണം വേണമല്ലോ. സ്വന്തം അമ്മയെ കൊല്ലുവാനുള്ള ഒരു വിരോധ കാരണം, സ്വന്തം അച്ഛനെ കൊല്ലുവാനുള്ള ഒരു വിരോധ കാരണം, സ്വന്തം സഹോദരിയെ കൊല്ലുവാനുള്ള ഒരു വിരോധ കാരണം ഇതുവരെയായിട്ടും പോലീസ് പറഞ്ഞിട്ടില്ല. ഇപ്പോഴും പ്രസന്റും പറഞ്ഞിട്ടില്ല. പക്ഷേ അച്ഛൻ പിന്നെ ഇദ്ദേഹത്തിനെ ശ്രദ്ധിക്കുന്നില്ല. അമ്മ മാത്രമാണ് ഇദ്ദേഹത്തിനോട് സംസാരിക്കുന്നത്. അച്ഛൻ ഇദ്ദേഹത്തിന് സംസാരിക്കാറില്ല. മദ്യപാനിയാണ്. മദ്യപിച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഭയങ്കര വയലൻ്റ് ആവും. അത് ഈ കേഡലിന് താല്പര്യമില്ല. പിന്നെ മകളോടാണ് കൂടുതൽ സ്നേഹം. ഇതൊക്കെ കാരണങ്ങളാണ് അന്ന് പലരും പറഞ്ഞത്. അന്ന് പോലീസ് കേസിൽ പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ കാരണം, വിരോധ കാരണമായിട്ട് എല്ലാ ക്രൈമിനും ഒരു വിരോധ കാരണം പോലീസ് പറയും. അതിനാകെ ഒരൊറ്റ കാരണം പറഞ്ഞത് രസകരമായ കാര്യമാണ്. കാരണം അതായത് അച്ഛന് അവിഹിത ബന്ധമുണ്ട്. അതായത് ഒരു റിട്ടയേർഡ് പ്രൊഫസറായ രാജതങ്കത്തിന് അവിഹിത ബന്ധം ഉണ്ടായിരുന്നു. അവിഹിത ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ
പണ്ടെങ്ങാണ്ട് അവരുടെ വീട്ടിൽ നിന്ന് അവരുടെ വീട്ടിൽ നിന്നല്ല, അയൽവക്കത്തെ വീട്ടിൽ നിന്ന് ഒരു വേലക്കാരിയുമായിട്ട് അവിഹിത ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധം മകൻ അറിഞ്ഞു. അത് മകൻ വിലക്കി. പോലീസിൻ്റെ കേസാണ്. എന്നിട്ട് അച്ഛൻ അതിൽ നിന്നും പിന്മാറിയില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ഇത് എഴുതി വെച്ചിരിക്കുന്നതേ ഉള്ളൂ, ഒരു തെളിവൊന്നും ഹാജരാക്കിയിട്ടില്ല. അതുകൊണ്ട് അച്ഛനോട് മകന് വൈരാഗ്യം ഉണ്ടായി. കാര്യമാണ്. ആ വേലക്കാരി ആരെന്നോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു ഫിക്റ്റീഷ്യസ് പേഴ്സൺ, അങ്ങനെ ഒരു വ്യക്തിയെ കേസിലൊന്നുമില്ല. പക്ഷെ പോലീസ് തയ്യാറാക്കിയ ഒരു കഥയാണ് ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് മകൻ അത് വിലക്കിയിട്ട് അച്ഛൻ അതിൽ നിന്ന് പിന്മാറിയില്ല. അതാണ് അച്ഛനോട് ഒരു വൈരാഗ്യം, അച്ഛനെ കൊല്ലുവാനുള്ള വൈരാഗ്യം അമ്മയോട് തോന്നിയ കാരണം. അത് ഈ വിവരം ഡോക്ടർ ജീൻ പത്മയെ മകൻ അറിയിച്ചു. എന്നറിയിച്ചു, എപ്പോൾ അറിയിച്ചു എന്നൊന്നും ഇല്ല, എന്ത് കാര്യമാണ് അറിയിച്ചതെന്നുമില്ല. അച്ഛനുള്ള അവിഹിത ബന്ധം, ആ കാര്യം അറിയിച്ചിട്ട് അമ്മ അത് മൈൻഡ് ചെയ്തില്ല. അതുകൊണ്ട് അമ്മയെ കൊന്നു. സഹോദരിയെ കൊന്നതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. കണ്ണ് കാണാത്ത ലളിത ജെയിനിന് അന്ന് മരിക്കുമ്പോഴത്തന്നെ 80-85 വയസ്സായി. അവരെ കൊന്നതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, വിത്തൗട്ട് എനി റീസൺ. പോലീസിന് അങ്ങനെ അവരെ കൊന്നതിന് ഒരു വിരോധ കാരണം ഉള്ളതായിട്ട് ഈ സഹോദരിയെയും ആ ലളിത ജെയിൻ എന്ന് പറയുന്ന ആ അന്ധയായ സ്ത്രീയെയും കൊന്നതിന് പ്രത്യേകിച്ച് വിരോധ കാരണം ഒന്നും പറഞ്ഞിട്ടില്ല, ഇതുവരെയും പറഞ്ഞിട്ടില്ല. അതൊക്കെ ഈ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ് അവർക്കെതിരായിട്ടുള്ള വിരോധ കാരണം. യഥാർത്ഥത്തിൽ പോലീസ് ആരെയോ രക്ഷിക്കുവാൻ ശ്രമിച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഈ പോലീസിൻ്റെ അന്വേഷണവും അന്ന് മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോഴത്തേക്ക് മൊത്തവും പ്രതിക്കെതിരായിട്ട് വ്യാജ തെളിവുകൾ ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കി കോടതി മുമ്പാകെ ഹാജരാക്കി പ്രതിയെ മനഃപൂർവ്വം ഈ കേസിൽ കുരുക്കിയതാണ് എന്നാണ്. എന്തായാലും കോടതിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് പറയുന്ന കാര്യങ്ങൾക്ക് തെളിവോ കാര്യങ്ങളോ ഇല്ലാതെ ഇത് ശിക്ഷിക്കപ്പെടില്ലല്ലോ, അല്ലെങ്കിൽ ഇത് കേൾക്കില്ലല്ലോ ജഡ്ജി. അതാണ് എൻ്റെ വീണ്ടും സംശയമാണ്. പോലീസ് ഇത്തരം തെളിവുകളൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഇതൊക്കെ തിരിച്ച് കാണിക്കേണ്ടി വരില്ലേ അവിടെ? അല്ല, ഈ പറയുമ്പോൾ കോടതികൾ ഓരോ കേസുകളിലും എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് നമ്മൾ അപ്പീൽ കോടതിയിൽ പോയി, ഇപ്പം കീഴ്ക്കോടതി ട്രയൽ കോടതിയിൽ എടുക്കുന്ന നിലപാട് ശരിയല്ല എങ്കിൽ നമ്മൾ അപ്പീൽ കോടതിയിൽ പോകും. അപ്പീൽ കോടതിയിലാണ് നമുക്ക് ഇനി ഈ കാര്യങ്ങളെല്ലാം പറയുവാനുള്ള അവസരമുള്ളത്. അപ്പോൾ അപ്പീൽ കോടതി അത് പരിഗണിക്കും. ഓരോ കോടതികളും ഓരോ കാര്യങ്ങളും എടുക്കുന്നത് പല വീക്ഷണകോണുകളിൽ നിന്നാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു കാര്യം, സാധാരണഗതിയിൽ ഈ കേസിലെ പ്രതിയാണ് ഈ കൃത്യം ചെയ്തത് എന്ന് കോടതിക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടിരുന്നുവെങ്കിൽ, പൂർണ്ണമായി 100% ബോധ്യപ്പെട്ടിരുന്നുവെങ്കിൽ തീർച്ചയായും ഈ കേസ് ഒരു റെയറസ്റ്റ് ഓഫ് റെയർ കേസിൻ്റെ പരിധിയിൽ വരേണ്ടതാണ്. വധശിക്ഷയിൽ കുറഞ്ഞൊരു ശിക്ഷ കൊടുക്കുവാൻ ഈ കേസിന് അതിൽ കുറഞ്ഞൊരു ശിക്ഷ കോടതി കൊടുക്കാൻ പറ്റില്ല. അത്രയും റെയറസ്റ്റ് ഓഫ് റെയർ കേസാണ്. അച്ഛൻ, അമ്മ, സഹോദരി, പിന്നെ അന്ധയായ ആ സ്ത്രീ, ഇവർ ഇത്രയും പേരെ കൊന്ന കേസാണ്. തീർച്ചയായും. പക്ഷേ കോടതി എന്തുകൊണ്ട് ഈ കേസിൽ വധശിക്ഷ കൊടുത്തില്ല?